വെക്കോ ഉമ്മമായും കൊണ്ട് മണ്ടേണ്ടി വരുമോ ഞാൻ പറഞ്ഞാണ് ആ ഫോൺ പിടിച്ചാണ് ഇതൊക്കെ ഇതിലൊന്നും ഓട്ടോറിക്ഷ ഇല്ലാത്ത കാലത്തേ ചാത്തമുണ്ട വരെ നടന്നു പോയിങ്ങാണ്ട് ഇടക്കര പോയിങ്ങാണ്ട് വാങ്ങിങ്ങാണ്ട് പിന്നെ ചാത്തമുണ്ടിയിൽ ഒന്ന് ബസ് ഇറങ്ങി കജ്ജി പിടിച്ച് പോകുന്ന സാധനങ്ങൾ ഇപ്പോഴാണ് നടന്നു വരണം ഇപ്പൊ ഞാനിങ്ങാണെങ്കിൽ ഓട്ടോ കക്കൂസ് പോകാൻ ഓട്ടോറിക്ഷ ഉണ്ട് എല്ലാവർക്കും. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വ്ളോഗ് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു നമ്മളെ സ്പെഷ്യൽ നോമ്പ് തുറയാണ് ഗൈസ് നമ്മളിവിടെ കാഴ്ച വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉമ്മമാരോട് ആദ്യം ഉമ്മമാരോട് ചോദിച്ചു നോക്കാം എന്താണ്, ആദ്യം ഉമ്മമാരോട് ചോദിച്ചു നോക്കാം എന്താണ് ഇന്നത്തെ സ്പെഷ്യലിന് ചോദിച്ചാല് ചോറിന്റെ പേരെന്താടി എന്താ മക്കളെ നിങ്ങൾ പറഞ്ഞു തരി എന്താണ് ഈ കുഴച്ചിരിക്കണെന്ന് പറഞ്ഞു തരുമോ? കറി വെക്കാന് കറി വെക്കാൻ എന്ത് കറി? നിങ്ങളൊന്ന് പറഞ്ഞു തരും. കോഴിക്കറി അല്ല എന്ത് കറിയാണ്? കോഴിയോണ്ട് പിന്നെ കോഴിക്കറി അതൊക്കെ പേരെന്താണ് മറ്റേ ഒരു വെറൈറ്റി പേരുമ്മ പറയുന്ന കേട്ടിട്ടില്ലേ? വേറൊന്നും അറിയാതെ മുട്ടിയെന്താണ് ഞാൻ കഴിച്ചു. നമുക്ക് ഉമ്മമാരോട് ചോദിച്ചേക്കാം. ഉമ്മ ആ ചൊരണ്ടിലൊക്കെ നിർത്തിയിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുക എന്താണ് നമ്മൾ ഇന്ന് ചിക്കൻ കുറുമയും ചിക്കൻ കുറുമയും പിന്നെ ചപ്പാത്തിയോ ചപ്പാത്തി അല്ല പിന്നെ ഭൂരി ഉണ്ടാക്കണം. ഭൂരി ഉണ്ടാക്കാം, ചിക്കൻ കുറുമയും ഭൂരി ഉണ്ടാക്കാൻ വേണ്ടി പോകാണ് ഗൈസ് ഇന്ന്. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നേ വരെ നമ്മൾ നോമ്പ് തുടങ്ങിയിട്ട് അല്ലെ കഴിഞ്ഞ നോമ്പിന് നമ്മൾ ഉണ്ടാക്കിന്, പക്ഷെ ഇപ്രാവശ്യത്തെ നോമ്പിന് നമ്മൾ ഭൂരി ഇതിലെ ട്രൈ ചെയ്തിട്ടില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഭൂരിയും അതേപോലെ തന്നെ ഇമ്മ പറഞ്ഞ ചിക്കൻ കറിയാണ്, പിന്നെ ഞാൻ പറഞ്ഞു ഒന്നും പാടെ വെറൈറ്റി ആയിക്കോട്ടെ ഒരു കുറുമ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഗൈസ് വേറൊരു കാര്യം, നമ്മളെ നോമ്പ് തുറവി വരുന്നത് നിങ്ങളോട് പറയാട്ടോ, ഞാൻ നിങ്ങളെ എല്ലാവരും വിളിക്കും. എന്തപ്പോ ഞാൻ പറയല്ലേ, നാട്ടിലത്തെ കുട്ടികൾക്ക് കഴിച്ച് നമ്മൾ ചെറിയൊരു തുറവി വെക്കുന്നുണ്ട്. അപ്പോൾ ആ തുറവി നമ്മൾ 14-ാം തീയതിയോ 15-ാം തീയതിയോ ആണ് സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം കൺഫേം ആയിട്ട് ഇത് കിട്ടും, അതായത് എന്നാ കറക്റ്റ് ഡേറ്റ് ഇതാവും. എന്തൊക്കെയാണ് ഞാൻ പറയുന്നുണ്ട് കളകുള. അപ്പോൾ കഴിച്ച് അതും ആകും. അതിപ്പോൾ അവിടെ കേട്ടെ നമ്മളെ പണികളെ നമുക്ക് തുടങ്ങാം അല്ലേ ഉമ്മ? ഇനി ഞങ്ങൾക്കുള്ള പണികൾ തരി. ഉമ്മക്ക് ഇനി എന്താ പണി? ഉമ്മ ഇത് ചെയ്തിട്ട് വരി. നിമ്മ പറ എന്താണ് തേങ്ങ ചരണ്ട ഒരാൾ ഉള്ളിയരിയ അപ്പൊ ഗ്യാസുമല്ല വെക്കണേ. ഗ്യാസ് കഴിഞ്ഞ നമുക്ക് പണി കിട്ടും. എല്ലാവർക്കും അറിയാം ഗ്യാസ് കഴിയാനിക്കണോ? അല്ലടാ, ഗ്യാസിന് ഇപ്പൊ ഭയങ്കര ക്ഷാമല്ലേ, ഇപ്പൊ ഗ്യാസ് കിട്ടാല്ലേ ഇസ്രായേലി യുദ്ധത്തിന് ശേഷം. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ മൂലം നമ്മൾ അടുപ്പിലാണ് ഇപ്പൊ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണത്, കുറുമ ഉണ്ടാക്കാൻ പോണത്. നമുക്ക് തുടങ്ങല്ലേ. പക്ഷെ തന്നെ കഴിച്ച് നമ്മൾ അരിയാൻ പോണത് ഇതാണ്, തേങ്ങ അരിയാൻ പോവാണ്. എന്ത് ഗൈസ്, തേങ്ങ നമ്മൾ ചിരണ്ടാൻ പോവാണ്. അപ്പൊ തേങ്ങ ചിരണ്ടിന് എങ്ങനെ അറിയാത്തവർക്ക് നമ്മൾ പറഞ്ഞു തരാണ്. ഇതാണ് ഗൈസ് നമ്മൾ തേങ്ങ ചിരണ്ടുന്ന സാധനം. ആദ്യമായി ഒരു മുറിയൻ തേങ്ങ എടുത്ത് കൈ പിടിക്കുക. അത് ഇത് കഴിക്കാൻ കൊണ്ടുപോയില്ലേ? അത് വലിയ ചിക്കനടാ, മറ്റേത് കറി വെക്കാല്ലേ ചെറുതാക്കി അരിഞ്ഞ് മാത്രം. ഇത് നമ്മൾ നേരെ ഫ്രിഡ്ജിൽ വെക്കും. ഇതെന്തിനാപ്പോ? ഇത് നമുക്ക് എടുത്തേക്കണ്ടേ, 4 ദിവസം വേണ്ടേ? നാളക്കില്ലേ അല്ലേ? അപ്പൊ കഴിച്ച് നമ്മൾ 2 കിലോ ചിക്കനെ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് അതില് 1.5 കിലോ ഇവിടെ എടുത്തു വെക്കും. ബാക്കി 1/2 കിലോനല്ലേ നമ്മള് ബാക്കി 1/4 കിലോനാണ് കഴിച്ച് നമ്മൾ ഉപയോഗിക്കല്. നമ്മൾ നാളേക്കൊക്കെ കണ്ടുവെക്കുന്ന സാധനങ്ങളാണ് ഒക്കെ. അപ്പൊ തേങ്ങ ചേരണ്ടിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ഒറ്റ എടുക്കണ്ട് കിട്ടൂലടാ. ഇത് ഫസ്റ്റ് ഒരു ഇത് പോണം, ലെയർ പോണം. ഇമ്മടെ പറഞ്ഞിട്ടൊന്നും ആക്കല്ലേ. ഉമ്മ കഴിച്ച് അങ്ങോട്ട് ചിക്കൻ കഴിക്കാൻ വേണ്ടി പോയിക്കണേ. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മ പറഞ്ഞിട്ടല്ലേ എനിക്ക് എന്തോ പറ്റിയത്. ഇമ്മ കഴിച്ച് ഇവര് ആരും പറയാതെ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ ഇഷ്ടത്തിന് കഴിച്ച് നമ്മള് പണിയെടുക്കും. പക്ഷെ ഇവര് അതിന്റെ അടിയിൽ കിടന്നിട്ട് കൈ നോക്കേ കാല് നോക്കേ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും പറ്റുമോ? ഉമ്മ പറഞ്ഞ് കോടെടുത്തോ പറഞ്ഞു. അന്ന് മഴ പെയ്യാൻ പ്ലാൻ ഉണ്ടാവില്ല, മഴയ്ക്ക് പ്ലാൻ ഉണ്ടാവില്ല, എന്നിട്ട് പറഞ്ഞാണ് ബേബിച്ചു. അത് സിമ്മമ്മ അവിടെ ചിക്കൻ കഴിക്കുക വന്നിക്കണേ. ഉമ്മമാരോട് ചോദിച്ചു നോക്കി എന്താണ് ഉമ്മ എങ്ങനെയുണ്ട് ചിക്കൻ കണ്ടിട്ട്? ഉമ്മ അടിപൊളി ചിക്കനൊക്കെ നല്ല വിലയാണ് ഇപ്പൊ, അറിയോ? ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ചിക്കൻ ഇറക്കേണ്ട ടൈമായി തോന്നുന്നു. അല്ല ഇപ്പൊ വേറൊരു കാര്യം വരുന്നുണ്ട്, അതായത് ചിക്കനിൽ എന്തോ
അമീബ പോലത്തെ എന്തോ കയറിയിട്ട് സോപ്പ് ഇട്ട് കഴിക്കാനാണ് എല്ലാരും പറയണത്. ഇവിടെ സുർക്ക് വെച്ചിരുന്നു. അയ്യ നമ്മള് സുർക്ക് വെച്ചാണ് ആണോ? പോകും. സുർക്കതായാലും നമുക്ക് എന്തെങ്കിലും പറ്റി പറഞ്ഞില്ലേ? ഏയ് സുർക്ക്. അപ്പൊ ഗൈസ് നമ്മൾ ഓരോരോ പണികൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നടന്നോട്ടെ വേഗം. എന്താ തേങ്ങ അവിടെ ഇവിടെ മാത്രമൊക്കെയാണല്ലോ പോയിരുന്നേ? അങ്ങനെ തന്നെടാ. വേണ്ട തേങ്ങ ചൊണ്ടാ ഞാൻ മതി. ഉമ്മ എന്താ കാട്ടുന്നത് ഗൈസ്? ഉമ്മ ആക്കാൻ അവിടെ ചിക്കൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിച്ച് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അവിടെ പോയിട്ട് കുറുമക്കുള്ളതെന്ന് പറഞ്ഞില്ല, നമ്മൾ എന്നത്തെയും പോലെ ബിരിയാണി ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ബിരിയാണിക്കുള്ള ടൈപ്പ് ഉണ്ടാക്കി തന്നു. പറഞ്ഞ നമ്മളടുത്തും തെറ്റുണ്ട്. ചിക്കൻ കറിക്ക് ചെറുതാക്കിന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറയാൻ വിട്ടുങ്ങളോട്. അപ്പൊ ഉമ്മാന്റെ ഭാഗത്തും തെറ്റുണ്ട്. നമ്മള് സാധാരണ ബിരിയാണിക്ക് വായിക്കാൻ പറഞ്ഞു ഗൈസ്. അത് പറ്റിയേ ഉമ്മ അതാക്കണം. എന്നിട്ട് കാര്യമായിട്ട് വെട്ടി പൊളിച്ചിട്ടുണ്ടല്ലോ മമ്മ. വെട്ടാഞ്ഞാലേ ഇത് 3-4 കണ്ടോളൂ 2 കിലോ കോഴി ഇടുന്നത്. അതിപ്പോ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇപ്പൊ തന്നെ ഉള്ളൂ. അപ്പൊ നാളെ ഇനി കറി വെക്കണമെങ്കിൽ മക്കളെ കോഴി ഇപ്പൊ കറിക്കൊന്നുമില്ല അറിയണം. അപ്പൊ അതിനേക്കായി നല്ലത് നാളേക്ക് കറിക്ക് നോക്കണ്ടല്ലോ. അതാണ് അത് നല്ല മുന്നേറ്റാ. എന്തായാലും മമ്മ അതിന്റെ അരിയിൽ ഇറക്കട്ടെ. നോക്കി കണ്ട അരി കേട്ടോ. ഓക്കെ ഇവിടെ ആക്കണ മോട്ടം ചേട്ടൻ്റെയും കൊണ്ട് നിൽക്കണ്ടേ. ഇമ്മ ഉള്ളി വലിച്ചണ്ടേ വരുന്ന ഉമ്മ ആക്കണോടാ. കുറച്ച് തക്കാളി ആക്കണോടെ അരിഞ്ഞ് വെച്ചാണ്. ഇതും അരിഞ്ഞാമ്മ തക്കാളി മുളകൊക്കെ കുറച്ച് അരിഞ്ഞ് വെച്ചില്ലേ? തക്കാളി മുളക് അരിഞ്ഞ് വെച്ചാണ്. തീരില്ലേ ഇത് ഫുള്ള് വേണം. അതിന് കിട്ടേണ്ടോളം ഞാൻ കഴിച്ച് എടുത്തിക്കണ്. ഇത് കണ്ടങ്ങള് അതിന് കിട്ടേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിക്കണേ. ഇപ്പത്തെ തേങ്ങക്കൊന്നും കയമ്പില്ല. എടാ ഇത് നമ്മളെ തോട്ടത്തെ തേങ്ങ തോട്ടല്ലേ നമ്മളെ. തീരെ കയമ്പില്ല ഇതില്. കരിക്കൊക്കെ കുടിച്ചാൽ പൂതിക്കണം. പക്ഷെ നോമ്പാണ്. നോമ്പ് കാലയുടെ കഴിയിട്ടല്ലേ അമ്മമ്മ? മമ്മാനെ കൊണ്ടൊന്ന് കരിക്ക് കുടിച്ചാൽ പോണം. ഇനി നമ്മള് വേറൊരു പരിപാടി പ്ലാൻ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. നോമ്പ് തോറ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ കുലുക്കി സോഡ, കുലുക്കി സർവത്ത്, അതേപോലെ തന്നെ ഉപ്പിലിട്ടത് മുളകിലിട്ടൊന്നും കഴിച്ച് നമ്മൾ തിന്നാൻ പോയിട്ടില്ല. അമ്മമ്മയോടും ചോദിച്ചു നോക്കും. അമ്മമ്മ അങ്ങനെ നമുക്ക് ഇന്നലെ പോയില്ല. ഇന്ന് രാത്രി ഇത് നോക്കി ഇവിടെ നോക്കി. ഇന്നാളത്തെ മൈക്ക് മുളക് തീറ്റിച്ച് മുളക് വേണ്ടി വേണ്ട അമ്മമ്മക്ക് ഇഷ്ടമുള്ള വേറെ ബൂസ്റ്റ് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാം. പിന്നെ അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് കുടിച്ചിട്ടേ 2 ദിവസം ഇതില്ലേ എന്താ സോഡ സർബത്തോ സോഡ സർബത്ത് എന്തോ മുന്നേ വാങ്ങി തന്നല്ലോ ഒരു ദിവസം നമ്മളിവിടുന്ന് പോരുമ്പോ. ഇതില്ലേ നമ്മളെ എന്താ തൈര് ഒന്ന് അത് മറ്റേ സാധനം എന്താ അതിന്റെ പേര്? തൈര് സോഡ. തൈര് സോഡ അല്ല, മോരും വെള്ളം. മോരും വെള്ളം അതല്ല അമ്മ. കുലുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പഞ്ചസാരയും അതേപോലെ തന്നെ ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ വെച്ചുണ്ടാക്കുന്ന സാധനമാണ്. അത് തിന്നാലോ ആ മുളകിലിട്ട പൈനാപ്പിള്, ചെമ്മീൻ പൈനാപ്പിള് ആക്കി നമുക്ക് ഇന്ന് തിന്നാൻ പോകല്ലേ രാത്രി? ആ അപ്പൊ ഗൈസ് ഇന്ന് രാത്രി നമ്മളെ പണി അതാക്കും. അതിന് മുമ്പ് അമ്മ ഇത് ഒന്ന് പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ അമ്മ തേങ്ങ എടുക്കാൻ പറ്റില്ല. തേങ്ങ കിട്ടിയോ? എവിടെ മഴ തേങ്ങ എവിടെ മഴ തേങ്ങ ആണല്ലേ? കൈ ആകണം വെള്ളാക്കണം മൊത്തം പുറത്ത് കളയണേ. വെള്ളം എടുത്തേക്കുമ്പോ കേടുന്ന തേങ്ങ. ശരി നമ്മളെ തേങ്ങ കടിച്ചു പോയോ? കേടുന്നിട്ടില്ലേ? കേടുന്നോ? കേടന്ന് പോലല്ല. ഇവിടെ ഇത് നല്ല ഇവിടെ നിർത്തണ്ട. ഇവിടെ ഇങ്ങനെ സ്മെല്ലുണ്ടോ? കേടുമാണെങ്കിൽ വേണ്ട. ഞാൻ വേറെ തേങ്ങ എടുത്തോളാം. നമുക്ക് കുറെ തെങ്ങില്ലേ? പിന്നെ കൊറേ തേങ്ങ ആകെ 2 തെങ്ങ്. 2 തെങ്ങാണെങ്കിലും കഴിച്ച് അതിനുള്ള കായ്കള് എല്ലാ കരിക്കും അല്ലേ? നമ്മളിവിടെ തറവാട്ടിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നോമ്പ് തുറക്കാനായിട്ട് നമ്മള് വരിക എല്ലാരും, അതായത് ഇപ്പൊ അവിടുത്തെ ടീം, അതായത് പൂക്കോടും പാടത്തെ ആൾക്കാർ വന്നു, അതേപോലെ തന്നെ നമ്മളെ ആപ്പാപ്പന്മാര് വന്നു. ഓലൊക്കെ അവിടെ വന്നിട്ട് കഴിച്ച് നമുക്ക് ഒന്നും കൊടുക്കാനില്ല നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ അമ്മ. തേങ്ങെങ്കിൽ തേങ്ങാന്ന് വെച്ചിട്ട് നമ്മള് കഴിച്ച് ഓൽക്കൊക്കെ പറഞ്ഞു കൊടുത്തിക്കണേ. അതന്നെ നമ്മളെ തറവാട്ടിൽ ഉണ്ടായ സാധനങ്ങൾ നമ്മളെ കുടുംബത്തിൽ എല്ലാവർക്കും കൊടുക്കും. പറ്റണ വൈക്ക് എല്ലാവർക്കും കൊടുക്കൂല്ലേ അമ്മ? നല്ല പിന്നെ അതിപ്പോ എന്ത് തേങ്ങയൊന്നുമില്ല ഗൈസ്. എന്ത് തേങ്ങയായാലും ഇതിപ്പോ നമ്മളവിടെ ഉള്ള സാധനങ്ങൾക്ക് നമ്മള് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അത് ഇത്രേ ഉള്ളൂ. ഈ തേങ്ങ എന്താ അവസ്ഥ? ഇതൊക്കെ തേങ്ങ കേടാണോ അതോ ഇതാണോ? തേങ്ങ ആയി വരുന്നതാണോ? ഒരു കാര്യം നാളെ നമുക്ക് പൊടിച്ചിട്ടുണ്ടേ പൊടിച്ചേക്ക് കണക്കുണ്ട്.
അത് എണ്ണ അവരെ തുടങ്ങിക്കണമെന്ന് എണ്ണ അല്ല ഇതൊക്കെയാണ് നമ്മള് കുടുംബക്കാർക്ക് കൊടുത്തേച്ച് കാറിയതൊക്കെ കുറച്ചമ്പരാണ് നോക്കിങ്ങാണ്ടല്ലോ പൊട്ടിച്ചിട്ടല്ലേ എടുത്ത് പൊട്ടിച്ചാലേ ഇനി മതി എന്നാ ഇത് മതി തേങ്ങ ആണോ കുടുംബക്കാർക്ക് കൊടുത്താഴ്ച വെച്ചാൽ നമ്മള് പോയി ഉള്ളിൽ കണ്ണു നോക്കിക്കണം ഇത് മതി ഞാൻ മതിയോ ഇവിടെയാണ് എപ്പോഴേലും കയറ്റുള്ളൂ നമ്മളിപ്പോ അങ്ങനെ അരക്കല്ലേ എന്തായാലും കഴിച്ച് നമ്മളെ പണികൾ തുടങ്ങട്ടെ. വല്യമ്മാക്കണ അവിടെ ഓരോന്ന് കീറി മുറിച്ചുകൊണ്ട് കുത്തിരിക്കുന്നുണ്ട്. ഉമ്മാക്കനവിടെ തേങ്ങ കാര്യമായിട്ട് ചരടുന്നുണ്ട്. എല്ലാവരും കാര്യമായ പണിയിലാണല്ലേ? ഓക്കെ, എന്തായാലും പണികൾ കണ്ടിന്യൂ ചെയ്ത് തുടർന്നുകൊണ്ടിരിക്കട്ടെ. ഉള്ളി അരിഞ്ഞിട്ടില്ല, ഉള്ളി അരിയാൻ കിടക്കുന്നുണ്ട്. ഇതാക്കണവിടെ എടുത്ത് വെച്ചാണ്. ആണോ? എന്നാ കേക്ക് വെക്കി ഉമ്മ ഒരു കാര്യം ചെയ്യും, ഉമ്മമാരുടെ പണി ഞാൻ എടുക്കാം, ഞങ്ങളെ പണി എടുക്കാം. മമ്മഞ്ഞ് പോണ കേക്കാനാ അപ്പോഴേക്ക് മൈക്ക് കുത്തി കൊടുത്തു. അല്ല ഇനി എന്തിനാ കേക്കണേ? ഇത് പിന്നെ എടുക്കാനുള്ളതല്ലേ, ഇപ്പൊ ഉണ്ടാക്കാനുള്ള നമുക്ക് ഇതാ. ഇതിപ്പോ അവിടെ കൊണ്ട് വെച്ചാല് അല്ല കുട്ടിയെ, ഇതിപ്പോ ഇവിടെ ഒക്കെ ആണെങ്കിൽ വെള്ളം മാറുന്നതുകൊണ്ട് ഫ്രിഡ്ജിക്കൊക്കെ വെക്കാനൊക്കെ എടുക്കാം. അതിപ്പോ അവിടെ നിക്കട്ടെ, അതല്ലല്ലോ ഇപ്പൊ നമ്മളെ പണി ഇപ്പൊ എന്താണ്? നോമ്പ് തോറ, അതാണ് ഫസ്റ്റ്. ടൈം എത്ര കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള എന്ത് പണി നമുക്ക് വിശാലമായിട്ടിരിക്കും. ടൈം എത്ര വെച്ചിട്ടാണോ SR കുഴക്കാൻ? ആ എന്നാ വേഗം വെച്ചോളി. സാറ് വായിക്കാനേ ഈ പാത്രം വേണം, ഞാൻ ഇത് ഒഴിവാക്കട്ടെ. അതോ ഈ അതൊന്ന് മോറി കെക്കി ഒന്ന് ഒരുമ്പി കൊണ്ടുവരാനാ പണി. ഇത് കിട്ടളി അല്ലേ അത് ഞാൻ കേക്കോട്ടെ, ചിക്കൻ ഞാൻ കേക്കോട്ടെ. കെക്കിയാണ് അതുകൊണ്ട് കെട്ടിക്ക് കെക്കി വാരിക്കോട്ടെ. അതുകൊണ്ട് അത് കൈ കൊണ്ടുവരണം. അതൊക്കെ പണിയാണേ, പണികൾ അതൊക്കെ പണിയാണ്. അതന്നെ ഞാൻ പറഞ്ഞത്. അല്ല അല്ല അപ്പൊ പണി കയ്യാനാവട്ടോ. എന്നാ ചെന്നോ. എന്തമ്മാ ഉള്ളി അരിയട്ടെന്നാ ടീച്ചറിന്റെ പണി മമ്മേ അപ്പൊ മമ്മ മൈദ കൂട്ടിക്കോളി. മമ്മക്ക് വെക്കൂലമ്മ ആ ഞാൻ കൊടുക്കാം. മൈദ കൂട്ടാന്? അതിനാ പാത്രം കൊണ്ടിട്ടാണ്. അത് ശരി. ഇത് ഞാൻ ഇപ്പൊ സെറ്റ് ചെയ്ത് തരാം. എന്തൊക്കെ എറിയണൊക്കെ ഉണ്ട്. ചേട്ട കുറുമ്പായിരുന്നു കുറുമ്പേ. അന്നറിഞ്ഞാണ് പിന്നെ കിട്ടിയില്ല. നമ്മമ്മ തുടങ്ങിക്കോളി, ഓരോ ഭാഗത്തു കൂടെ പരിപാടി തുടങ്ങിക്കോളി കേട്ടോ. അമ്മ അവിടെ ഉള്ളി അരിഞ്ഞോണ്ട് നിൽക്കണ്ടേ. ഇത് കറിയൊക്കെ നോക്കി കടി നോക്കി ഇതാക്കി കേട്ടോ, കൈക്ക് പണി ഉണ്ടാക്കല്ലേ ഇനി. അങ്ങനെ ഇമ്മമ്മ ആക്കണേ SR എടുത്താണ്ട് ഇത് കിട്ടുകൊണ്ട് നിൽക്കണം അല്ലേ അമ്മമ്മ? ഭൂരിയല്ല ഉണ്ടാക്കണേ? പൂരി ഉണ്ടാക്കണം. ഭൂരി ഉണ്ടാക്കണേ. മാവ് അത്ര മതിയോ അതോ നോക്കട്ടെ മട്ടത്തില് കൊച്ചായി വരണ്ടേ? ഉണ്ടാവില്ല. ആണോ? പൂരി തന്നെ വലിയ വലിപ്പത്തില് നമ്മള് 2 കിലോ മൈദയാണ് കേട്ടോ വാങ്ങിക്കണേ. ഏതായാലും നോക്കട്ടെ കൊച്ചായി വരുമ്പോ. മതിയോ അല്ലേ? ഉമ്മമ്മ ആക്കണു ഉപ്പ് വെള്ളത്തിലിട്ടിക്കണ്. ഞാൻ ഉപ്പ് വെള്ളമാണ് ഇതിക്ക് വെച്ചാ ഇതുകൊണ്ട് വെച്ചോളി. ഇങ്ങനെ ഒഴിക്കും നമ്മൾ. നല്ലോണം ഇളക്കി കൊടുക്കല്ലേ മാമ? നല്ലോണം ഇളക്കി നല്ലോണം കുഴക്കണം. കുളക്കി കൊടുക്കുക അല്ല കുഴക്കി കൊടുക്കല്ലേ? വെള്ളം തികയില്ലല്ലോ അപ്പോൾ. വെള്ളം കൊടുക്കും. പാത്രം ചെറുതായതുകൊണ്ട്. ചെറുതോ? ഇതാണോ ചെറുത്? അതിന് ചെറുതില്ലാഞ്ഞിട്ടാ കിട്ടും. അങ്ങനെ കോയട്ടെ നല്ലോണം കോയട്ടെ. ഞങ്ങൾ അമർത്തിക്കോളി മമ്മ. എന്തമ്മ ചിക്കൻ കഗ്ഗിന്ന് വെച്ച് തോന്നുന്നു. ചിക്കല്ലോ അവന്റെ വരവാണ്ട് കിട്ടോ അങ്ങനെ എടുത്ത് വന്നിരുന്നത്. കഴിഞ്ഞോ? അല്ല ഇത് എങ്ങോട്ട് നോക്കണ്ടിയ മമ്മ? അവിടേക്ക് വെള്ളം മാറുന്നു പോണ ഓട്ട ഇതിലിരുന്നേ ഫ്രിഡ്ജിന്റെ മുകളിൽ താഴത്തേക്ക് വെച്ചോ. അവിടെ വെക്കല്ലേ എടി നമ്മളെ ഓട്ടപ്പാത്രം കുഴച്ചാണ്ട് ഒരു പരിവാക്കി മീൻ കൊണ്ടുപോകുന്നു പൂച്ച കൊണ്ടുപോകുന്നു. അവിടെ വെക്കല്ലേ കുഞ്ഞേ? അത് ഞാൻ പറഞ്ഞത് ഇപ്പൊ അങ്ങോട്ട് വെക്കാന്. അപ്പൊ ഉമ്മമാക്ക് അത് ഇപ്പൊ കേക്കിയേ പറ്റൂ. ഉമ്മ ഒരു പണി തുടങ്ങിയോ? എന്നാ അമ്മമ്മ കഴിഞ്ഞ പ്രാവശ്യത്തെ വായിക്ക്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പത്തിരി ഉണ്ടാക്കിയില്ലേ, അതേപോലെ ഇമ്മമ്മ ഉരുട്ടി തരിക, ഞാന് ചമ്മന്തി ആക്കുക. ആ പരിപാടിയല്ലേ ഇതിലും? ഞാന് ചമ്മന്തി ആക്കുക, ഞാനും അത് പരത്തുക. അതന്നെയാണ് സംഗതിയാക്കാൻ തന്നെയാണ് മാറിക്കുക. ഞാൻ ഈ ചൂടുകളൊന്നും ഒന്ന് മാറ്റട്ടെ. അതൊന്ന് കുടിച്ചു നോക്ക്. ഇതൊക്കെ ഞാന് പിന്നെ ഇമ്മ അവിടെ ഉമ്മാന്റെ എന്താ പറയാ ചിക്കന്റെ പരിപാടികളൊക്കെ ഇവിടെ അനുവല്ലേ ഞാൻ തളച്ച വെള്ളം അങ്ങോട്ട് എന്താ വരിക ഇമ്മതാക്കണം ഉമ്മമാക്കണം അല്ല ഇമ്മതാക്കണം ഇവിടെ ഉള്ളി ഇതൊക്കെ വയറ്റാണ്ട് റെഡി കേട്ടോ. തളച്ച വെള്ളമാണ്. അത് ആരും തട്ടൂല, അത് ഉമ്മമ്മ അല്ലാതെ വേറെ ആരും ഇവിടെ തട്ടൂല. അറിയോ? പറഞ്ഞു തട്ടിച്ചാ മതി. തളച്ച വെള്ളമാണ്. നമ്മളെ പണി തുടങ്ങുകയാണ്. ഇനി നമുക്ക് കജ്ജയിക്കണല്ലേ? ഞാൻ ഇറച്ചി ഇതൊന്ന് കുഴച്ചാ ഞാൻ കൈ ചെയ്യില്ല എന്നുള്ള അടുത്ത കമന്റ് ഇടാൻ പോണത്. കൈ ചെയ്യട്ടെ. ഞാൻ ചിക്കൻ കൈ ചെയ്യുകയാണ്, എന്നാലും നമ്മൾ കൈ ചെയ്യുക. വെള്ളമൊന്നുമില്ല അവിടെ പുറത്ത് ചെയ്യും. വെള്ളമൊക്കെ കൈ ചെയ്യാൻ പറ്റിയ വെള്ളം തന്നെയാണോ നമുക്ക് ഡൗട്ടാണ്.
ഇമ്മായി ഒരു കൈ കഴുകാനുള്ള ഒരു വള്ളി അതൊന്ന് വേറെ മാറ്റിയേക്ക്. ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഗൈസ്, ഉള്ളി അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത് അതൊക്കെ പാടെ കാണാൻ ഒരു പാത്രത്തിൽ അരിഞ്ഞു കൂട്ടിയത്. അത് തന്നെയാണ് പറയേണ്ടത്. അപ്പൊ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കണം. ഒന്ന് കാണിച്ചു കൊടുത്താ അതൊന്നും ഇങ്ങോട്ട് എടുത്താണ്. ഞാൻ പറഞ്ഞത് നമ്മൾ കൈ കഴുകാൻ വരുമ്പോണ്ടല്ലോ ആ കൈ കഴുകിയ പാത്രത്തിലേക്ക് എഴുതാ വെക്കണേ. ഇതില് നമ്മൾ എങ്ങനെ ഒരു കൈ കഴുകാം? അതാ പറഞ്ഞ. അപ്പൊ ഒരു പാത്രം എപ്പോഴും വൃത്തിയാക്കി വെക്കാം, അടിയത്തെ നോക്കോട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ആ രീതി മാറ്റിയിട്ട് മറ്റു മൈക്കാക്കിയാൽ മതി. അപ്പൊ ഉള്ളത് കൊണ്ട് നമ്മൾ ഓണം പോലെ കാട്ടണം. ഉള്ളത് കൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് കഴിച്ചു, നമുക്കിപ്പോ ഒരു വലിയ ബിൽഡിംഗ് ആയിട്ട് എല്ലാ സെറ്റപ്പും ആയിക്കോണം എന്നില്ലല്ലോ അമ്മ. അങ്ങനെ നിക്കണം. ഇപ്പൊ കഴിച്ച് നമ്മളിപ്പോ ചെറിയ പേരായി കഴിഞ്ഞാലും അതിന്റെ വൃത്തും വെടിപ്പും നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് അതൊരു വൃത്തിയാണ്. മാക്ക് ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാവുണ്ടോ? മനസ്സിലാക്കട്ടെ. ഞാൻ എളുപ്പം കൂട്ടാണ്ടാക്കട്ടെ, നിങ്ങൾ പറഞ്ഞോളി. അപ്പൊ നമ്മൾ അതാണ് എന്നാലേ ഇതേ ഞാൻ ഈ പാകത്തിനാക്കി തന്നെ എനിക്ക് പറ്റാൻ വെക്കോ? അതോ അജ്ജു ഈ പാകത്തിനാക്കിട്ട് ഞാൻ പറ്റേ? അങ്ങനെ ഇങ്ങനെ അങ്ങനെ കാട്ടിക്കൂടെ? അതല്ലേ കഴിഞ്ഞ പ്രാവശ്യം കാട്ടിക്കൊണ്ട് നീനെ. സാധനങ്ങളൊക്കെ ഉണ്ടേ നിങ്ങളാ പറയണമായിരിക്കൊന്നല്ല. സാധനങ്ങളൊക്കെ ഉണ്ട് നിങ്ങളാ പറയണമായിരിക്കൊന്നല്ല. അത് ഞങ്ങൾ എന്താ പറഞ്ഞത്? സാധനങ്ങൾ ഇല്ലാന്ന് ഇവിടെ പറഞ്ഞോ? അല്ല പറയാണെങ്കിലോ നിങ്ങളെ പേടിയാണ്. എല്ലാം അമ്മേനെ ഒറ്റക്കാ പറയുന്നത്. ഞങ്ങൾ ആരും അതിലെത്തിയിട്ടില്ല. അതെരി ഞാൻ ഉണ്ടാക്കേണ്ടി അവിടെ നമുക്ക് ഈ ഗ്യാസ് ഇതൊന്നും എടുത്തിട്ട് നീക്കാക്കാൻ പറ്റും. കുറച്ച് അടുപ്പ് എന്താ പറ്റായി പറ്റണം? കുറ്റി കണ്ട കുറ്റി നീക്കണം നിന്ന്. കുറ്റി എന്തായാലും നീക്കണം. അത്രയാലും മതി. ഓ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നമ്മള് പണി തുടങ്ങുകയാണ്. നമ്മ എനിക്ക് ആക്കാനുള്ള തരി, ഞാൻ ഇവിടെ നിന്ന് ഇതാക്കാ പരത്താം. ഇതല്ല ഇത് 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 എനിക്ക് നോക്കിക്കോ. ഇതോ ഒരു പാത്രം എടുത്തടി, ആ ചോന്ത പാത്രം എടുത്ത് അയക്കിട്. അല്ല ഇതൊക്കെ എണ്ണ വേണ്ട തേച്ച് കൊടുക്കാൻ, അല്ലെ ഇത് മുട്ടി പിടിക്കൂലേ? ഇത് നോക്കി എണ്ണ വേണം. അത് കഴിഞ്ഞ പ്രാവശ്യം എണ്ണ ആക്കീന്, എണ്ണ അടിക്കി. നമുക്ക് ഒന്നും അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വരുമ്പതേ അതെന്താണീ ഒന്ന് പറഞ്ഞെന്താണീ? എണ്ണ കൊടുക്കടി. ഉമ്മാക്കപ്പൊ വേറെ പണിയില്ല അമ്മ. അതുവരെ അവിടെ എന്തേലും കാട്ടിക്കോ. അവിടെ ഇരിക്കല്ലേ ഞാൻ ഒരു പണി എടാ. അത് മതി. ഇതുമ്മ പെട്ടണുണ്ടോ? ഇതുമ്മ പെരത്തണ്ടേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം. അങ്ങോട്ട് കാട്ടേ. എന്നാ പിന്നെ അത് കാട്ടി. അങ്ങോട്ട് അവിടുന്ന് മാർക്കാണിമ്മ. ഇമ്മമാനാണ് പണിക്ക് വിളിച്ചത്. ഇമ്മ അവിടെ എവിടെയും പോയിരുന്നാണ്. പൊടി വെക്കാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, ആ സാധനങ്ങളൊക്കെ ഇമ്മ മാറ്റിയിട്ടേ അവിടെ കണ്ടില്ലേ അങ്ങോട്ട് അടിക്കാം. അവിടെ പോയിരിക്കും. അവിടെ ഫ്രൂട്ട്സ് ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചാണ് കേസ് ഞങ്ങളിപ്പോ പോയിട്ട്. തുടങ്ങിക്കോളി. ഒരാൾ അവിടെ എന്താ എണ്ണയിൽ കുളിപ്പിച്ചു? അങ്ങനെ കുളിപ്പിച്ചോ? ആണോ? ഞാൻ എന്താ കാട്ടി? ഞാൻ അത് വെറും ഉണ്ടാക്കി വെച്ചാൽ മതിയോ? മക്കളെ കസാര നീക്കി കളിച്ചു അവിടെ ഇരുന്നാണി. ഞാൻ മുറിച്ചു ഇത് ഭാഗത്തിന് മുറിച്ചു. എന്നാ അങ്ങനെ നല്ല ഏതെങ്കിലും പണി ചെയ്യും. അയിമ ഉണ്ടാക്കണേ ഭൂരി എണ്ണയിലാണല്ലോ ഉണ്ടാക്കല്. സോറി ഞാൻ പെട്ടെന്ന് പത്തിരിന്റെ ഓർമ്മയ്ക്ക് പോയി. ഇതൊക്കെ ഇളകി പോകുന്നു കേട്ടോ മാമ. ഇത് കണ്ടില്ലേ? നോക്ക് മോട്ട ഇന്നലല്ല സാധനം നല്ല മോട്ടേജ് പാർത്തി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കട്ടെ. എത്ര കൊല്ലായി ഇപ്പൊ? 15 കൊല്ലം കയ്യിലേ. ആരെടുത്ത് കഴിഞ്ഞാൽ ഇത് ഈ കോലാവും. കാരണം അമ്മാതിരി കോലത്തിൽ അത് കിടക്കണേ. തുള്ളി വെണ്ണതാക്കേ അപ്പൊ ചെറുപ്പം കിട്ടടോ. എണ്ണ ഞാൻ എടുക്കാൻ പറഞ്ഞത് അറിയോ? അല്ലേലും എണ്ണ ഇട്ട് കാണാൻ ആക്കല്. മുണ്ടി പോകരുത് മമ്മ. മമ്മ എന്താ പറഞ്ഞത്? ഇമ്മമ്മ എണ്ണ എന്തിനാന്ന് മമ്മ ചോദിച്ചേ? പൊടിയിട്ടാ മതിന്ന്. എന്നിട്ട് എണ്ണ അറിയുന്നു. ഇതിന് പൊടി എണ്ണ വേണം. മറ്റേ പത്തിരിക്കാണെങ്കിൽ പൊടി വേണം. ആണോ? ഞാൻ മറ്റേ അതാ വിചാരിച്ചതേ. മറന്നാണ്. എന്നാ പത്തിരിക്ക് എണ്ണ വേണ്ട, പത്തിരിക്ക് പൊടിയാണ് അറിയോ? പൊടി
മമ്മ ഉണ്ടാക്കി കഴിഞ്ഞോ? അമ്മ ഇത് ഈ പാത്രം നിറഞ്ഞു കേട്ടോ. ഉമ്മ പെരത്തൽ തുടങ്ങിക്കോളി. അമ്മ പെരത്താന്ന് പറഞ്ഞിട്ടാണ് പോയതാണ്. പിന്നെ ഒരു വിവരമല്ല. എണ്ണ ഒഴിച്ചാണ്ട് ആ ചട്ടി എണ്ണ കായുണ്ടാക്കളെ. ഇതൊന്ന് ആക്കട്ടെ. ഇവിടെ വെക്കട്ടെ. ആ എവിടെയും വെക്കി. കോമഡി ഉണ്ട്. എന്താണ് എന്ത് അമ്മമ്മ ഈ സാധനം പുതിയ ഉണ്ടോ ഇതേപോലത്തെ? ഇനി എന്തേലും കാട്ടിയാണ് ഉണ്ടാക്കിച്ചു. അല്ല അപ്പം ഞാൻ എന്താ പറയണ് ഒക്കെ പൊട്ടിച്ച് കഴിച്ചു തിന്നുകാണ്ട്. ഇവിടെ വരി. അത് വരാം. ഞാൻ ഇതുപോലെ നിന്ന് വെക്കാം. വെച്ചുണ്ടാക്കട്ടെ. വെക്കണം. ഇതിപ്പോ എന്താ ആയത്? ഇനി ഇത് എന്തിപ്പോൾ എങ്ങനെ പിടിച്ച് നോക്കിക്ക പൊടിയില്ലാതെ. മാറി മാറി പിടി. നിന്റെ പറ്റി കാട്ടിയേ ഇത് കൈ പോകുന്നതിന്റെ പോയപ്പാ. ആ ഓക്കെ ശരി. ഞാൻ അമർത്തിക്കാണി. പോയോന്നല്ലേ ഒന്ന് അമർത്തി. അമർത്തിയ ഒന്ന് അമർത്തി. തിരിച്ചക്കണ്ട കുട്ടിയെ. എങ്ങനെയത് എന്തൊക്കെയാ നിങ്ങൾ കാട്ടി എനിക്കറിയില്ല. ഇതിന്റെ ഇത് ഇങ്ങനെയാണ്. ഓ അമ്മമാരെ പറ്റിച്ച ഓനെ തിരിച്ചു വെച്ച് കാണാൻ സാധനം. ആ കമ്പി തിരിച്ചു വെച്ച് കാണേ. അതൊക്കെ അതൊക്കെ ഞാൻ അതിൻ്റെ ഏപ്പ് കയറിയിട്ടല്ലേ. എനിക്ക് ആരെ ഇത് കാണിച്ചെന്ന്. ഈ കടലാസ് അടത്തി. കടലാസ് അല്ലത്. ഇതാ ഒട്ടിപ്പ്. കടലാസ് വെക്കി ഞാൻ കാണിച്ചു തരാം. ഉണ്ടാക്കുക ഇതിലിങ്ങനെ ഇടുക. ഒറ്റ അമർത്തല്. ഇതൊക്കെ ഇതിലൊന്നും ഓട്ടോറിക്ഷ ഇല്ലാത്ത കാലത്തേ ചാത്തമുണ്ട വരെ നടന്നു പോയിങ്ങാണ്ട് ഇടക്കര പോയിങ്ങാണ്ട് വാങ്ങിങ്ങാണ്ട് പിന്നെ ചാത്തമുണ്ടിയിൽ ഒന്ന് ബസ് ഇറങ്ങി കജ്ജി പിടിച്ച് പോകുന്ന സാധനങ്ങൾ. നടന്നു വരണോ? ഇപ്പൊ ഞാനിങ്ങാണെങ്കിൽ ഓട്ടോ കക്കൂസ് പോകാൻ ഓട്ടോറിക്ഷ ഉണ്ട് എല്ലാവർക്കും. അല്ല ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് എന്തേലും വണ്ടിയില്ല പോകോ? ചാത്താണ്ട് നടന്നിട്ട് അവിടെ ഇടയ്ക്കിടെ പോയിട്ട് ബസ്സിൽ തിരിച്ചു ബസ്സിൽ പോകും. വണ്ടിയില്ലാതെ ചാത്തമുണ്ടൊന്നും ഇങ്ങോട്ട് ഓട്ടോറിക്ഷ ഇല്ല, ബൈക്കൊന്നുമില്ല. അല്ല സൈക്കിൾ എന്തേലും. അത് സൈക്കിൾ എപ്പോഴും ആരെങ്കിലും ഉണ്ടാകുമോ? സൈക്കിൾ നമുക്ക് നോക്കി തരാൻ കുട്ടികളാരെയും വേണ്ട. അതിന് മോൻ്റെ മാനോ ചെറിയ ആരെയും വേണ്ടേ? ഒരു പണിക്ക് പോയില്ലേ? ഉണ്ടാക്കിയേ അകണ് ഉണ്ടാക്കിയത് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞത് ഉണ്ടാക്കണമെങ്കിൽ കഴിഞ്ഞിട്ട് വേണേ. നമ്മൾ പെട്ടെന്ന് പണി നോക്കട്ടെ. ഇനിയിപ്പോ നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാൻ ടൈമില്ല. പെട്ടെന്ന് കാര്യങ്ങൾ നോക്കാം. ഇതൊക്കെ ഉണ്ടാക്കാനോ പോയാണ്ട് ഇത് ഉമ്മാന്റെ കഴിയുമ്പോ വേണ്ടാക്കി അവിടെ പൊരിച്ചാൽ തുടങ്ങിയത്. നിങ്ങൾ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് അവിടെ എന്താണ് പൊരിക്കണേന്ന് നോക്കി. ഇമ്മ താക്കണവിടെ ബോരി ചട്ടിക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബോരി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അമ്മ? ഓക്കെ ഫാസ്റ്റ് ആക്കണ്ട്. ഉമ്മാന്റെ പണിമ്മ ഫാസ്റ്റ് ആക്കണ്ട്. താക്കണ എത്ര അതൊന്നും നിർത്താനേ? ആ പാത്രം നിർത്താനേ. ഇപ്പൊ എത്ര ആയി? 3-4 ഇപ്പൊ തന്നെ ആയോ? ആഹാ പറ്റന ഐസല്ലേ. നല്ല അടിപൊളി ആക്കി തരാം. അടുത്താക്കണം. ഉമ്മ അവിടെ കൊണ്ടുവന്നിട്ട് ലോഡ് ചെയ്ത് വെച്ചു. തുടങ്ങിയ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പോയിക്കോളൂല്ലേ? 6 മണി ആയിക്കണ്ടാ. പെട്ടെന്ന് വെക്കി. പെട്ടെന്ന് പരിപാടി നോക്കാം. വള്ളം കളിക്കാമ്മ. വള്ളം കളിക്കൊണ്ട് കുഴപ്പമില്ല. വള്ളം നാളത്തെ മായിക്ക് നമ്മള് പണി എടുക്കണേന്റെ അടിയിൽ ബാങ്ക് കൊടുക്കാന്നില്ല മോട്ടാ. നാളെ നമ്മള് ഓർക്കാപ്പുറത്ത് ഇത് കൊണായി ഏത് ഉണ്ടേ ഓർക്കാപ്പുറത്ത് ബാങ്ക് കൊടുത്ത നാളെ നമ്മള് ടൈം നോക്കാതെ നമ്മള് പണിയെടുത്തു. അതെ ഇന്നിപ്പോ 6 മണിയായി. ഇപ്പം 6:40 ബാങ്ക്. 3/4 മിനിറ്റും കൂടി ഉണ്ട്. അപ്പൊ എല്ലാരും പണികൾ ഫാസ്റ്റ് ആക്കാൻ നോക്കുക. ഉമ്മ കാക്കണ പിരിച്ച് തീരുമാനം കൊടുക്കണം. ആ പ്ലേറ്റ് ആവുമ്പോഴേ ആ പ്ലേറ്റ് ഒന്ന് ലോഡ് ചെയ്യല്ലേ? പ്ലേറ്റ് ഒന്ന് ഉമ്മാക്കൊണ്ടേ കൊടുക്കുക. അവിടുത്തെ കഴിഞ്ഞിട്ടില്ലേ? അവിടുത്തെ പൊരിച്ചോണ്ട് ഉമ്മല്ലേ പറഞ്ഞത് ഈ പണി എല്ലാം പാടെ ഒപ്പാണ് ചെയ്താ ഞാൻ പെട്ടെന്ന് പരിപാടി തീർക്കുമ്പോ. അത് ഉമ്മ ചെയ്യുമ്പോ മാത്രാണെന്ന് ഉദ്ദേശിച്ചത്. അതുകൊണ്ടോ ഇവിടെ ഇനി ഒരു 5-6 കൂടി ഉണ്ട് പൊരിച്ചാന്. അതുകൊണ്ട് അമ്മക്ക് ഇവിടെ 3 മണി ഉണ്ടാ. അവിടെ 3 മണി ഉണ്ട്. പെരത്ത ചട്ടിക്ക് ഇടാ. അവിടെ നിർത്ത് മാറ്റിയിടാം.
അടുത്ത പാത്രം കൊണ്ടുവരി ആ പാത്രം ഒന്ന് പാത്രം എടുക്കാൻ. അപ്പൊ അവിടുത്തെ കഴിഞ്ഞിട്ടില്ലേ ഈ മെല്ലിച്ച വേറെ പാത്രം കൊണ്ടുപോവാ ആണോ അല്ലെ ഞാൻ ആ എണ്ണ ആക്കാതെ അട്ടിക്കട്ടിക്കിടഞ്ഞിട്ട് അത് കിട്ടൂലട്ടാ. പൊട്ടി പിടിച്ചോ എണ്ണ ആക്കിയിട്ടില്ല മോണ്ടേജ് അല്ല ഇമ്മ എണ്ണ പിടിച്ചിട്ടില്ലേ ആ നമ്മള് ഭൂരിയൊക്കെ അടുപ്പത്ത് പൊരിഞ്ഞോണ്ട് വലിയ കൊള്ളി ഇതിന്റെ ഉള്ളിൽ വെക്കാണ്ടോ എന്നാ അവിടെ വെച്ചുവിടാനോ ഒരു മരം കൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞില്ലേ ഞാനോട്ടെ കത്തട്ടെ ചിക്കൻ വേഗട്ടെ. ചിക്കൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേവല്ല കരിയേ ചെയ്യാ ചിക്കൻ ടൈല് അങ്ങനെയല്ലടാ ഈ ചെറിയ ചുള്ളിൽ വെച്ചാലേ എപ്പോഴും എടുത്താക്കാൻ നിൽക്കണം. അപ്പോൾ വലിയ കൊല്ലി വെച്ചിട്ട് എന്തെങ്കിലും പണിയെടുക്കാം. ഇതിപ്പോൾ എപ്പോൾ എത്ര ചെറിയ വറക്കാണെങ്കിൽ എത്ര വട്ടം എടുത്താക്കാൻ നിൽക്കണം. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ മരം ഒന്നായിട്ട് ആ മരം ഒന്നായിട്ടാണ് വെച്ചൂടെ അല്ലേ അത് നമുക്ക് പിന്നെ എടുക്കാം. നമ്മള് കഴിച്ച് മനസ്സിൽ വിചാരിക്കണുണ്ടല്ലോ ഇമ്മമ്മ മാനത്ത് കാണും ഇപ്പൊ ഇമ്മ ആക്കണ അടുപ്പത്ത് കറി വെച്ചിക്കണ കണ്ടേ ഉമ്മ തേങ്ങ തടിച്ചാണ്ട് വെച്ചോ തേങ്ങ ഒന്നും കൂടി ഓണാക്കിക്കാം. ഓണാക്കാനോ മിക്സി മിക്സിയിൽ ഓണാക്കാനല്ലേ നമ്മളെ മിക്സി നമ്മൾ 2 വട്ടം അരക്കണം അത് ശരിയാവും ആ പട്ടട കഴിഞ്ഞേ അല്ല അല്ല അതിൽ ഓടട്ടെ അല്ല ഇതെങ്ങനെ തായ ഇതായി കാണും ബ്രേക്കർ ഇതായി കാണും. അയ്മ പിടിച്ചിട്ട് മോള് പിടിച്ചോ കണ്ടോ? ആ ഇച്ചിരി പട്ടട പറ്റിയത്. ഇപ്പൊ കഴിച്ച് അങ്ങനെ ആ ഒരു സംഭവം അരിഞ്ഞ് തയ്യാറാവട്ടെ. അതെന്താണ് തേങ്ങല്ലേ ആ പട്ടി തേങ്ങയും പിന്നെന്താ അതിലുള്ളത് കഴിച്ച് അതിൽ തേങ്ങയും ചെറുള്ളിയാണ് ഉള്ളത്. ഇത് പട്ട് കഴിഞ്ഞേ അവിടെ കഴിഞ്ഞു. അതിന് ഉമ്മാന്റെ കഴിയണ്ടേ ഉമ്മാന്റെ കഴിഞ്ഞാൽ കഴിച്ച് നമുക്ക് ഈ പണി തുടങ്ങാൻ. അല്ല അപ്പൊ ഇതേ ചിക്കൻ അത് ഞാൻ കേൾക്കണമെന്നില്ലേ ടൈം എത്ര നോക്കണം ടൈം ഞാൻ നോക്കട്ടെ നമുക്ക് ഇപ്പൊ ഫ്രൂട്ട്സ് അരിയാം അല്ലേ അല്ലേ ഇത് കജ്ജി എടുക്കാൻ പോലെ പറ്റണേ അല്ല ഇത് നോമ്പ് തുറന്നിട്ടുള്ള പണിയല്ലേ നമുക്ക് നോമ്പ് തുറന്നിട്ട് പണി എടുത്താലും എന്നാല് എന്നുണ്ടാവും പോയെങ്കിൽ മനെ ഞാൻ കിടക്കുന്നു പറഞ്ഞ ആണോ ഇതല്ലേ ഉള്ളൂ പിന്നെ ക്ഷീണിച്ചോ ഇതല്ലേ ഉള്ളൂ. ഇമ്മാന്റെ അവിടെ കഴിയാതെ നമുക്ക് ഇവിടെ ഇതെടുത്തിട്ട് ഒരു കാര്യമല്ല അമ്മ ശരി എന്നാ ആ ടൈം കൊണ്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തോ നല്ല മുന്നേ ആ ടൈം കൊണ്ട് നമുക്ക് ആ ഫ്രൂട്ട്സ് ആണ് കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ വെറൈറ്റി ആണ് ഓൾറെഡി നിങ്ങളോട് പറയുന്നത് വെറൈറ്റി ഫുഡാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വെറൈറ്റി വത്തക്ക വാങ്ങിക്കണേ. ഉമ്മ വെറൈറ്റി വത്തക്ക ഞാൻ കാണിച്ചു തരാം കണ്ടിക്കണോ മഞ്ഞേ നീല നീലി ഉണ്ടോ നീല വത്തക്ക ഉമ്മ അതൊന്നറിയില്ലേ നീല വത്തക്ക പച്ചരി അല്ല വരി കാണിച്ചു തരാം. പച്ചല്ലേ ഞാൻ ഒരു കത്തി എന്നാണ് ഇതുമ്മ ഉള്ളി അരിഞ്ഞാണേ ഇതും കൊണ്ട് അരിഞ്ഞു കഴിഞ്ഞാ അതല്ല ആ അതരി അത് ചിക്കൻ അരിഞ്ഞാണ്. ആ വേറെ നോക്കിട്ടാരാ കേൾക്കാൻ അമ്മ അങ്ങോട്ടാ അടുപ്പത്തേക്കാ പോണ്. അപ്പൊ പാട്ടൊക്കെ കുടിക്കാൻ കൊണ്ടുവച്ചു. അതല്ലേ മോട്ടെ നേരത്തെ പറഞ്ഞു അതല്ലേ ഞാൻ അമ്മമ്മയോട് ആദ്യം പറഞ്ഞത് ആ കൊടുത്തപ്പോ നല്ല ഉള്ള അത് കജ്ജിട്ടൊക്കെ എടുക്കാം. അല്ല എനിക്ക് തുടക്ക് കുഴപ്പമില്ല. അപ്പൊ കേസ് നമ്മള് വത്തക്ക അരിയാൻ പോവാണ്. ഉമ്മ വത്തക്ക അരിയാനുണ്ടോ നീലത്തൊക്കെ വേണമെങ്കിൽ കണ്ടോളി. നീലല്ല മഞ്ഞയാണ്. മഞ്ഞ് ഉമ്മക്ക് കളർ ഏതാന്ന് അറിയില്ലേ കണ്ണും കാണില്ലേ ഇപ്പൊ ഒന്ന് ആ വത്തക്ക നീല ഉള്ളില് മഞ്ഞ. ആ അതന്നെ നീല വത്തക്ക ഉള്ളിൽ എന്താണ് പുറ ഏതാ കളറ് പറയ് നീല. ആ പുറ നീല ഗൈസ് ഉള്ളി മഞ്ഞ ഉള്ളു മഞ്ഞ. അപ്പൊ ഗൈസ് ഇങ്ങനത്തെ ഒരു വത്തക്ക നിങ്ങൾ കണ്ടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യാ. അല്ല ഇമ്മമ്മ പറഞ്ഞു ഇത് പച്ച പച്ചയാണ്. അപ്പൊ ഓലോട് പറഞ്ഞ അംഗീകരിച്ചില്ല. അപ്പൊ ഞാനിപ്പോ ഉമ്മമ്മ നിങ്ങളീ ആകാശത്താണ് ഗൾഫ് എന്ന് പറഞ്ഞ ഉമ്മമ്മ വിശ്വസിച്ചു ആണ് ആണെന്നോ വിശ്വസിച്ച. ആ അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ വിമാനത്തിലല്ലേ ആൾക്കാര് ഗൾഫ് പോണത്. തൊള്ളിടാൻ വെച്ച് തോളിയിലെ വെള്ളം വെച്ച് ഞാൻ പറയുന്നത് കേക്ക് വിമാനത്തിലല്ലേ ആൾക്കാർ ഗൾഫ് പോണത് അല്ലേ. അപ്പൊ ആകാശത്തല്ലേ വിമാനം ആവേണ്ടിയത് ആകാശത്തല്ലേ ഗൾഫ് ആവേണ്ടിയത് കാരണം ആകാശത്തേക്കല്ലേ ഈ വിമാനം പോണത്. അതിലെ പാറി പോവുകയാണ് എങ്കിട്ട് നേരെ പോവുക നേരം കിട്ടി നേരെ ഉണ്ടാച്ചപ്പോ കടലിൽ കൂടെ ഇപ്പൊ ഏതായാലും വിമാനം അല്ല തീവണ്ടിയൊന്നും പോകില്ലല്ലോ. അപ്പൊ വിമാനമല്ലേ പോകുള്ളൂ. സിനിമക്ക് അറിയാം. ഞാൻ കരുതി ഇന്ത്യ ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചത് ആകാശത്താണ് ഗൾഫ് എന്നാണ് അല്ലേ. എന്റെ ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ കാരണം ഇത് ആകാശത്തേക്ക് നമ്മൾ പോണത് മാത്രം കാണുന്നുള്ളൂ. വേറെ കാണും പിന്നെ കാണൂല. അതിനെ ആകാശത്തേക്ക് പോണത് മാത്രം കാണുള്ളൂ. അപ്പൊ ആകാശത്താണെന്നാണ് ഇന്ത്യ ഒക്കെ പുതിയ ഗൾഫ്. ഇപ്പൊ അല്ല ഇപ്പൊ ഗൾഫ് പറഞ്ഞ വേറെ രാജ്യത്താണെന്ന് നമുക്ക് മനസ്സിലായി. ഈ റാപ്പിങ്ങിന്റെ റോൾ എന്തിനാ വെച്ച് കഴിഞ്ഞാല് നമ്മളെ സാധനം ഒന്നും ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലമില്ല. ഇത് മാമ
ഇതൊന്ന് ഈ തണ്ണീർമത്തിനൊന്ന് നേരെ വെച്ചാ അല്ലോ തേങ്ങ ഇറങ്ങി കഴിഞ്ഞാ ഇങ്ങനത്തെ സംഭവം അമ്മ കണ്ടിട്ടുണ്ടോ? അത് നിന്നോ. ഒന്നുകൂടി ഇറക്കണം ഇപ്പൊ കണ്ടു, ഇപ്പൊ കണ്ടു. ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. വീടിലൊക്കെ കണ്ടിക്കണം. ആ ഇങ്ങനെ ഇത് എന്തിനാ ഉപയോഗിക്കണമെന്ന് അറിയോ? ഈച്ച വരാതിരിക്കാൻ, കേടരാക്കാൻ. മീശ ഇറക്കാം. ഈച്ച ആ ഈച്ച വരാതിരിക്കാൻ, കേടരാതിരിക്കാൻ. മതി. എവിടെ എവിടെയൊക്കെ മുറിച്ചോളൂ. അപ്പോൾ കഴിച്ച് ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സാധനം കേടില്ല. അത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. പുറത്ത് വെച്ചാൽ മതി അല്ലേ? കാരണം ഫ്രിഡ്ജിൽ കഴിച്ച് നമ്മളത് സ്ഥലമല്ല. നമ്മളെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ നോക്കി നിങ്ങൾ. ചെറിയൊരു ഫ്രിഡ്ജും ഇഷ്ടംപോലെ സാധനങ്ങളും. ഫ്രിഡ്ജിൽ വെക്കേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇതിൽ കുത്തി കയറ്റിയത് എന്തിനാണാവോ? എന്താടാ ഫ്രിഡ്ജിൽ വെക്കണ്ടാത്ത? ഉപ്പ് മുളക് എന്തിനാ ഫ്രിഡ്ജിൽ വെക്കണം? ഞാൻ പറഞ്ഞതാണ്. മുളകും പൊടി ഞാൻ കാണിച്ചു തരണോ? മുളക് പൊടിയോ? ആ എടുത്തോട്ടെ. ആ ഇല്ല ചിലപ്പോ അങ്ങനെ ഗൈസ് ഇതാക്കണ ഇവിടെ നമ്മള് മാങ്ങ ആക്കണ അരിഞ്ഞു വെച്ചിക്കണ്. അതേപോലെ ഇതാക്കണ തീരെ കട്ടില്ലാതെ, എങ്ങനെ മാമ? തീരെ കട്ടില്ലാതെ. അല്ല കുറച്ച് കട്ടില്ലാതെ ഉണ്ടായിക്കോട്ടെ. ഇതാകുമ്പോ എന്താ പറയാ, നൈസായിട്ട് മമ്മക്ക് കടിച്ചാൻ വയ്ച്ചോളൂ. അല്ലെങ്കിൽ മമ്മക്ക് കടിച്ചാൻ കിട്ടൂല. അങ്ങനെ പാത്രത്തിൽ വെച്ച് മുറിച്ച് കജ്ജ് മുറിയാക്കല്ലേ. ഇനി വലിപ്പല്ലേ ഇനി? ആ ടേബിള് കിട്ടിയല്ലേ. ഇമ്മാക്കണ ഇവിടെ പൊരിച്ചോണ്ട് കുത്തിരിക്കണുണ്ട്. അങ്ങനെ അത്രക്കും അവിടെ നിറച്ച് വെച്ചിക്കണേ. ഇതാക്കണ ഇനിയും പൊരിച്ചാണ്ട് മകന്മാരുടെ ബാക്കിലാണ് കേട്ടോ അമ്മ. കുറച്ച് ഇതാക്കണ ഇവിടെയും പൊരിച്ചാണ്ട് വെച്ചിക്കണേ. എടാ നമുക്കിപ്പോ എല്ലാം പാടെ ഉണ്ടാക്കി വെക്കൂല. നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ബാക്കി ഉണ്ടാക്കാനല്ലേ. ആ അങ്ങനെ ഓരോ പാത്രങ്ങൾ തീരും. പിന്നെ കഴിച്ച് നമ്മള് അകത്തുനിന്നല്ല തുറക്കാൻ വിചാരിക്കണത്. നമ്മൾ മുറ്റത്ത് വെച്ചിട്ടാണ് തുറക്കാൻ വിചാരിച്ചത്. അവിടെ നല്ല വെളിച്ചുണ്ടല്ലോ അപ്പൊ. അവിടെ ഒന്നാമത് ഷീറ്റ് നമ്മൾ മാറ്റിക്കൊണ്ടേ നല്ല വെളിച്ചുണ്ട്. ഇങ്ങനെ ഇങ്ങനെ നല്ല വത്തക്ക അരിയല് നമുക്ക് പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മള് പെട്ടെന്ന് ആക്കി വിടുകയാണ്. പെട്ടെന്ന് ആക്കി വിടുകയാണ്. ഇതാക്കണ കറി ആക്കണ ഇവിടെ ആയി കുത്തിരിക്കണുണ്ട്. ഇതിലുണ്ട്. ആയി കഴിഞ്ഞു. ആയി കഴിഞ്ഞല്ലേ അമ്മ? ആകെ ഉള്ളത് നമുക്ക് ഇത് മാത്രമേ ആവാനുള്ളൂ. ഏത്? പത്തിരി. പത്തിരി അല്ല, ഞാൻ തിരൂര് പറഞ്ഞില്ല. എങ്ങനെ തിന്നാലും അയക്കണ അവിടെ ആക്കി വെച്ചിക്കണ്, ഇവിടെ ആക്കി വെച്ചിക്കണ്. കണ്ടോ ഇതിലുണ്ട്. ഞാൻ പിന്നെ കുറച്ച് സ്റ്റെപ്പിനായിട്ട് നമ്മൾ ഉണ്ടാക്കിക്കൂലേ, അതാണ്. നാളെ പെലച്ചക്കൊക്കെ ഉണ്ടാക്കിയല്ലോ, അതാണ്. നമ്മുടെ അടുക്കളത്തെ പണി അങ്ങനെ 3/4 ഭാഗം കഴിഞ്ഞു എന്നേ പറയാം. ടൈം ഉമ്മ അരി അയക്കണേ. ആ അത് മതി നമുക്ക്. കാരറ്റും വെള്ളം കാറ്റല്ലേ കഴിച്ച് നമ്മള് ഇതൊക്കെ അയക്കണില്ലേ? ഇതാണ് നമ്മളെ കുറുമ, ചിക്കൻ കുറുമ. ഈ ചിക്കൻ കുറുമിയും വെജിറ്റബിൾ കുറുമിയും ഒരേ കളർ തന്നെയല്ലേ? കളറൊക്കെ ഒന്ന് തന്നെയാണ്. കഴിച്ച് നമുക്കപ്പോ പൂരി അയക്കണേ. എന്നാ ഞാൻ പറയുമ്പോഴേ നമുക്ക് രണ്ടാക്കും ആ സ്ഥലവും സെറ്റ് ആക്കാം. പുറത്തത്തെ എന്നാ ഉമ്മ വരി. കാരണം ഉമ്മ വേണം. കാരണം ആ സാധനം പിടിക്കാണ്ട് ഉമ്മാനത് ക്യാമറ വെച്ചിട്ട് നമുക്ക് രണ്ടാക്കും പിടിക്കാം. ഞാൻ പിടിച്ചാൽ മതിയോ? മമ്മ ക്യാമറ പിടിച്ചാൽ അറിയോ? നോക്കട്ടെ. അതാ പിന്നെ മക്കളുടെ പണിയില്ലേ. പിന്നെ വേറെ കാര്യം, എടാ നമ്മള് ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ച് കാണിച്ചു കൊടുത്തോ. ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിക്കണ. കഴിച്ച് നമ്മള് മാങ്ങ വാങ്ങിക്കണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാങ്ങ പുളി ഉണ്ടായോണ്ടേ മാങ്ങ വാങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം കാക്ക പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വാങ്ങി നോക്കിയാണ്. രസം ഉണ്ടായാൽ മതി. എനിക്ക് ഓർമ്മ നമ്മളെ മുറ്റത്ത് ആദ്യം വലിയൊരു മാങ്ങ പോയിട്ടുണ്ടായിന്. അത് വെട്ടി വിറ്റില്ലേ അല്ലേ? ഇവിടെ തന്നെ ഇഷ്ടം പോലെ മാങ്ങ. അത് വെട്ടിയിട്ടില്ല, കണ്ടോളം ഇടുക്കാണ് പോയിന്. ഒരിങ്ങനെ പറയും ഇങ്ങളെ മൂച്ചി നമ്മൾ ഇടൂല, ഞങ്ങളെ മൂച്ചി നമ്മൾ ഇടൂല. അതുകൊണ്ട് പക്ഷെ നല്ല മധുരം മതിയല്ല. ആരാണ് അനങ്ങിയ മാങ്ങ ജ്യൂസ് ആണ്. എനിക്ക് ഓർമ്മ ഉണ്ടോ? നാട്ടുകാർക്ക് ശല്യത്തിന് വെച്ചപ്പോ ശരിയാവും. ഓലിങ്ങനെ പറയുമ്പോ നമുക്ക് മുറിച്ചു കൊടുക്കണ്ടേ? ശരിയാണ്. എന്നാ ഉമ്മ വരി. ഇതാണ് പിടിക്കേണ്ടിയേ. വാ, ഉമ്മമാനെ കൊണ്ട് പിടിച്ചാൻ കഴിയും തോന്നുന്നില്ല. മമ്മി ആ ഫോണ് പിടിച്ചാലേ വെയ്ക്കോ? ഉമ്മമാനെ കൊണ്ട് മണ്ടേണ്ടി വരുമോ? ഞാൻ പറഞ്ഞാണ് ആ ഫോൺ പിടിച്ചാല്. ഒരാളെ മാറ്റിയാണ് ആരോ ഇടുന്നത്. ലിഗ്മെന്റ് ഇല്ലാത്ത ആള്. കാലിന് ലിഗ്മെന്റ് ഇല്ലാത്ത ആളാണ് കഴിച്ച് അടുത്ത പിടിക്കാൻ വേണ്ടി വന്നിക്കണത്. ഉമ്മാനെക്കായി കട്ട നല്ലതാണ്. ലിഗ്മെന്റ് ഇല്ലെങ്കിലും പെയിന്റ് നിങ്ങളല്ലേ നിക്കട്ടാ വലിച്ചല്ലേ. നല്ല കുഞ്ഞാണല്ലോ കേട്ടോ. പെയിന്റ് ഒക്കെ പോയി മാറി ഒറ്റക്ക് കാട്ടാ. ഒറ്റക്ക് എടുക്കാം. ഇതാ ഉള്ളു ഇപ്പോ. അത് കഴിച്ച് നമ്മൾ ആ ഷീറ്റ് എടുത്ത് കളഞ്ഞോണ്ടാണ് നല്ല വെളിച്ചുള്ളത്. നാഞ്ഞമ്മ ഓരോ സാധനങ്ങൾ കഴിച്ച് നമുക്ക് ഓരോ സാധനങ്ങൾ നമുക്ക് ഇങ്ങോട്ട് ആദ്യം കൊണ്ടുവന്ന് വെക്കാം. പാടാ എടുക്കട്ടെ. അവിടെ ഒരാള് ആ എന്നാ കൊണ്ടുവരി. ഒരു വത്തക്കും പാടല്ലേ? എടുക്കട്ടെ. ഭൂരിയാ എന്നാ കൊണ്ടുവന്ന് വെച്ചേ. കൊണ്ടുവന്ന് വെക്കാം. അതാ വെള്ളം. ആ വെള്ളമൊക്കെ എടുക്കാം. വെള്ളം ഉണ്ടല്ലേ?
ഇതെന്താ വെള്ളോ? ക്ലാസ്സും കൊണ്ടുവരി. ടൈമായി വരുന്നു. ഗൈസ് 6:35 ആവണുണ്ട്. 6 എത്രയ്ക്കാ അമ്മമ്മ ബാങ്ക്? അമ്മമ്മ എത്ര ബാങ്ക്? 6:40 ഇനി ഓരോ മിനിറ്റ് വെക്കിയോണ്ട് എടുക്കുള്ളൂ അല്ലേ? Guys, ഇതാണ് നമ്മളെ ഭൂരി. ഭൂരി എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല. കൊണ്ടല്ലേ ഭൂരി? ഇത് മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. എല്ലായിടത്തും ഭൂരി എനിക്കറിയാം. അമ്മമ്മ ഈ എല്ലാ നാട്ടുകാരുടെ ഭൂരി ഉണ്ടാവുമോ? ഇല്ലല്ലോ. ആവശ്യക്കാരൊക്കെ ഉണ്ടാക്കി തിന്നു. ആവശ്യക്കാർക്ക് ഇത് എന്താ സാധനം അറിയണ്ടേ? അത് ഇതൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഭൂരിയോ? കർണാടകയിലൊക്കെ ഇഷ്ടം പോലെ. കർണാടകത്തെ പൂരി വേറെ പൂരിയാണ്. നമ്മളെ പൂരിയല്ലോ വലുത്. ചപ്പാത്തിയാണ് പോലെ പൂരി. ചപ്പാത്തി അല്ലേ, വേറൊരു സാധനം. അതായത് ഒരു കട്ടിലൊരു സാധനം. ആ അതന്നെ നമ്മളെ പൂരി എന്ന് പറഞ്ഞ പപ്പടം വായിക്കാണ്. കണ്ടോ ഇത് കണ്ടോ? പറ്റൂലല്ലോ. കഴിഞ്ഞോ? ഗ്ലാസ് എടുത്തോ? ആ അടുപ്പത്ത് എന്താ തളച്ചുകൊണ്ടിരിക്കണ്? ചോറായിരിക്കാം. പെൽച്ചക്കുള്ളത് ഇപ്പൊ തന്നെ. പിന്നെ ആരാ പെൽച്ചക്ക് വെക്കുക? ഒന്നും പാടാ മതി. ബാങ്ക് കൊടുക്കാനേ ഒന്നും കൊടുക്കാൻ ഇല്ലേ? ടൈമുണ്ട്. വെള്ളം പറഞ്ഞാലേ തണുപ്പില്ലേ? ഉണ്ടായാ മതി. ഞാൻ തയ്ക്കണു ചോദിച്ച് അതൊന്ന് ഇളക്കിയെടുത്താലും മധുരം ഒന്ന് പാകായിക്കോളാം. അങ്ങനെ ഗൈസ് ബാങ്ക് പെട്ടെന്ന് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ. ബാങ്ക് എപ്പോഴാണ് ടൈം? 38. മാങ്ങ അങ്ങോട്ട് നോക്കി നോക്കും. കിട്ടിയോ? കഴിച്ച് നമ്മൾ ഇത്ര പെട്ടെന്ന് ബാങ്ക് കൊടുക്കും നമ്മൾ വിചാരിച്ചില്ല. കഴിഞ്ഞ നോമ്പ് പോലെ തന്നെ പെട്ടെന്ന് ബാങ്ക് കൊടുത്തില്ലേ അമ്മമ്മ? ബാങ്ക് നേരം കൊടുത്ത് നമുക്ക് സാധനം ഉണ്ടാക്കാൻ നേരം പോയി. അതാണ് അമ്മമ്മ കഴിച്ച് ഒന്ന് കൊടുത്ത് വണ്ടി വരികയാണെങ്കിൽ അപ്പത്തിന് ഇവിടെ ബാങ്ക് കൊടുത്തു. അല്ലാതെ ഇപ്പോൾ ബാങ്കിൻ്റെ നേരം നോക്കിക്കൊന്നില്ല. നേരത്തെയല്ല തന്നെ കൊടുക്കുള്ളൂ. ഒന്നാമത് 38 കഴിച്ച് ബാങ്ക് കൊടുത്തത്. 38 ബാങ്ക്. ഇനിയിപ്പോൾ കഴിച്ച് നമ്മളെ ക്ലോക്ക് തെറ്റാണെന്ന് അറിയില്ല. തെറ്റൊന്നല്ല. ആ എന്തായാലും നമ്മൾ കഴിച്ച് ഇവിടെ ഫുഡ് കഴിക്കൽ തുടങ്ങി. ചിക്കൻ കുറുങ്ങി അമ്മമ്മ തിന്നോ? ഇല്ലടാ തിന്നിട്ടില്ല. തൊള്ളിക്കിട്ട് നോക്കി. എങ്ങനെ നോക്കി? ആന്തി പല്ലില്ലല്ലോ. അതെ നമ്മൾ ഈ കോട്ട് പല്ലേറ്റ് ചമച്ചാ മതി. മുമ്പത്തെ പല്ലേറ്റ് ആകെ 3 ഇമ്മടുത്ത് 4 അല്ലേ മമ്മ? കോട്ട് പല്ലില്ലല്ലോ. ആ അതാണേ. അതല്ലേ മമ്മ ഇങ്ങനെ നിന്നാണ് ഈ സാധാ വയ്ക്കുന്നതാണ്. കണ്ടോ ഇവിടെ കണ്ടോ? അവിടെ ഒന്നുമില്ല, കോട്ട് പല്ലൊന്നും ഇല്ല ചവക്കാന്. എന്നാലേ അല്ല എന്താ ചെയ്യാ കഴിച്ച് ഉമ്മ എങ്ങനെയുണ്ട് നോക്കി ചിക്കൻ കുറുമി? നിങ്ങൾ തിന്നേ. മമ്മ എന്നിട്ടാക്കുന്നുണ്ട് മാമ? ഇച്ച രസമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ അറിയില്ല. അല്ല ഉമ്മമാക്ക് എങ്ങനെയുണ്ട്? രസമുണ്ട്. രസമുണ്ട്. കുറുമ വന്നിട്ട് രസമുണ്ട്. ഉമ്മാക്കോ? ഉമ്മ തിന്നിട്ടില്ലല്ലോ. എന്താ പന്നിയോ? ഇവിടെ എടുത്തുണ്ടല്ലോ. ആ ഇവിടുത്തെ കരിമ്പുലി കഴിച്ച് തോട്ടത്തിൽ കിടക്കണേ. എന്താ ടേസ്റ്റ്? രസമുണ്ടോ? പത്തിരിക്കാണോ ചോദിച്ചാണ് കറിയില്? പത്തിരിക്ക് നമ്മൾ നാളെ കൂട്ടിയില്ലേ? പത്തിരിക്ക് ചോദിച്ചാണ് കറി നല്ല രസമാണ്. നാളെ പത്തിരിക്കട്ടെ നമ്മൾ കൂട്ടിന്ന് തോന്നണം. ഇതാണ് കഴിച്ച് നമ്മളെ കരിമ്പുലി. മണ്ടി ഇതാ കാലടി കൂടെ ഉണ്ട്. നിങ്ങൾ കാണുന്നതാണ് കഴിച്ച് കരിമ്പുലി. കാലടിയിലുണ്ട്. പോയി അമ്മമ്മേന്റെ കാലിന്റെ അടിക്ക് പോയിക്കണേ. പൊന്നിന് വേണ്ടേ? ഇവിടെ നടക്കുന്നുണ്ട്. എനിക്ക് നിന്നിട്ട് എങ്ങനെയുണ്ട് കഴിച്ച്? നല്ല രസമുണ്ട് കഴിച്ച്. കുറുമി ചിക്കൻ കുറുമയും അതേപോലെ ഭൂരിയും. ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കൊക്കെ അല്ലാതെ ഇഷ്ടം. അതേപോലെ ഭൂരി ഭൂരിക്ക് നല്ല രസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളേ ഭൂരിയും കുറുമി ഉണ്ടാക്കിയില്ലല്ലോ. ഭൂരിയും പത്തിരി ഭൂരിയും കുറുമി ചിക്കൻ കറിയും പിന്നെ പത്തിരി ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കി. ഭൂരിയും ചിക്കൻ കറിയും നമ്മൾ ഉണ്ടാക്കിയാണ്. ഭൂരിയും കുറുമി ഇതിൽ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. കുറുമ ഉണ്ടാക്കിയിട്ടില്ല. ആ ഭൂരിയും കുറുമി ഉണ്ടാക്കില്ല. കുറുമ വെറും കുറുമ ഉണ്ടാക്കി കാണും. പക്ഷെ ഭൂരിയും കുറുമി ഉണ്ടാക്കിയിട്ടില്ല അല്ലേ മമ്മ? ചിക്കൻ കുറുമി വെജിറ്റബിൾ കുറുമ നമ്മൾ ഉണ്ടാക്കിക്കണോ? ആവില്ലല്ലോ. കുറുമ ഉണ്ടാക്കിനോ? ഒരു ഉറി ഉണ്ടാക്കിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായില്ല. ഇതെന്താ വെജിറ്റബിൾ? നമുക്കിത്
ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി കാണാം. ഇതും രസം എങ്ങനെയുണ്ട് നോക്കണം. വലിച്ചിട്ട് കിട്ടാത്ത രസമുണ്ട്. സെറ്റാ ഗൈസ്, മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും ഈ ബൂരിയും കുറുമക്കറിയും, നിങ്ങൾ അവിടെ ഇതിന് എന്താ പേര് പറയാൻ നിങ്ങൾ ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ. ബൂരിക്ക് എന്താന്ന് പറയാൻ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. കുറുമക്ക് പിന്നെ എല്ലായിടത്തും കുറുമന്നേക്ക് അല്ലേ. മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഗൈസ്, കാരണം നല്ല രസമുണ്ട്. നമുക്ക് എന്തായാലും ഇത് തിന്ന് കഴിഞ്ഞിട്ട് കാണാം.